നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഏറിയ കൃപകൾക്കായി, നിൻ്റെ സ്നേഹത്തിനായി, നിൻ്റെ വിശ്വസ്തതയ്ക്കായി, നിൻ്റെ കരുതലിനായി സ്തോത്രം. ഞങ്ങൾ നിൻ്റെ കരങ്ങളിൽ വഹിച്ച് കർത്താവേ, നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ നീ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ആർക്കും സാധ്യമല്ല. പലപ്പോഴും ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും നീ വിശ്വസ്തനായി പാർക്കുന്നല്ലോ. നിൻ്റെ സദ്ഗുണങ്ങൾ ഞങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം നീ ഞങ്ങളിൽ വസിച്ചേ മതിയാവുള്ള കർത്താവ്. ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇത്, ഞങ്ങളുടെ പാപസ്വഭാവങ്ങൾക്കും ഇത് കർത്താവേ, നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ആ ക്രൂശിന് മഹത്വം കയറ്റുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. കൂട്ടിവരുത്തിയ ഓരോ ജനത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ഓരോ ജനത്തിനുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഗ്രഹിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണം. പുത്രനെ വെളിപ്പെടുത്തുവാൻ, കർത്താവിനൊരു ശക്തി പകരപ്പെടുവാൻ കൃപ തോന്നുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ ദേശങ്ങളെ, വ്യക്തികളെ, യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ഓരോ വ്യക്തികളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, ഈ പരിസരങ്ങളെ നിൻ്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് ഞങ്ങൾ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. മഹത്വം ക്രൂശിന് കരേറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ് കൂടെ കർത്താവ് നമുക്ക് നൽകിയത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഈ ഒരു പരമ്പരയിൽ, അതായത് എഫെസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമാവുന്ന സഭ തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 61ാമത്തെ ഡേ ആണ്. പക്ഷേ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ 61 ഡേയ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നാൽ അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഡയറക്റ്റ് കേൾക്കുന്നവർക്ക് കൂടെയാണ് മെസ്സേജുകൾ പറയുന്നത്, യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് മാത്രമായിട്ടല്ല. അങ്ങനെ ഒരു കാര്യമല്ല ചെയ്യുന്നത്. ലൈവായിട്ട് ഡയറക്റ്റ് കേൾക്കുന്നവരുണ്ട്, അവരോട് കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറില്ല. എന്നാൽ ബേസിക് ഡോക്ടറൈൻസിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാര്യമായി ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയമായിരുന്നു സഭ എന്ന് പറയുമ്പോൾ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എപ്പോഴും നമ്മുടെ ചിന്താഗതി ഡിനോമിനേഷൻസിലേക്കാണ് പോകുക. അത് നമ്മുടെ ഒരു നേച്ചർ അങ്ങനെയായി തീർന്നു. പക്ഷേ ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. ഇതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം മോശയുടെ സമാഗമന കൂടാരം തുടങ്ങി ശലോമോൻ തീർത്ത ആലയം യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് ആലയം താൻ തന്നെയാണ്. അതിനുശേഷം മറ്റു ആലയങ്ങൾ, ഫിസിക്കൽ ആലയങ്ങളൊക്കെ കളഞ്ഞു. അതോ പറഞ്ഞതുപോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം തകർത്ത് കളഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അതിനൊന്നും ഇനി പ്രാഗൽഭ്യമില്ല. ഇനി മന്ദിരം, ദൈവം വസിക്കുന്ന മന്ദിരം നമ്മുടെ ഹൃദയമാണ്. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ഈ സാൽവേഷൻ വിഷയത്തെക്കുറിച്ച് കൊണ്ട് അനേക തെറ്റായ ഉപദേശങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് വെച്ചൊരു 5-8 ക്ലാസ്സുകൾ ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന സബ്ജക്റ്റിൽ നിന്നും, പ്രത്യേകിച്ചും എങ്ങനെയാണ് നമ്മുടെ രക്ഷ നടപ്പിലാകുന്നത്, സാധ്യമാകുന്നതിനെ കുറിച്ചുകൊണ്ട് അല്പം വിവരിക്കേണ്ടി വന്നു. കാരണം ഒരു പഴഞ്ചൊല്ല് പോലെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളത് വിശ്വാസ ഗോളത്തിൽ, പ്രത്യേകിച്ചും പെന്തിക്കോസ്തിൻ്റെ ഗോളത്തിൽ ഒരു ചൊല്ല് പോലെയായി തീർന്നു. അത് നടക്കുന്ന കാര്യമല്ല. ഈ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് അറ്റോൺമെൻറ്റ്, റിപ്പൻറ്റൻസ്, റീജനറേഷൻ, ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, സാങ്ക്ടിഫിക്കേഷൻ, പെർസീവറൻസ് ടിൽ ദ എൻഡ്, അല്ലെങ്കിൽ ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ, അതായത് മലയാളത്തിൽ പറയുന്നു പ്രായശ്ചിത്തം കൂടാതെ ഒരു ആത്മാവിനെ, ഒരു മനുഷ്യനെ നീതീകരിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ഇതെല്ലാം പഠിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ലോയുടെ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സീരിയസ്നെസ് എന്താണ്, നമ്മെ ഒരു ഫിസിക്കൽ ലോകത്തിൽ നിന്ന് നമ്മൾ സ്പിരിച്വൽ ലോകത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി നാം ഈ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ ഒരു ഡിഫറെൻറ്റ് നേച്ചറിലേക്കാണ് വിളിച്ചത്. ദൈവരാജ്യം എക്സിസ്റ്റ് ചെയ്യുന്നത് മോറൽ ലോയിലാണ്. നാം ഫിസിക്കലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ ലോ ഉള്ളതായിട്ടുള്ള രാജ്യങ്ങളിലാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്. ഇന്ത്യൻ ഭരണകൂടത്തെ ഗവേൺ ചെയ്യുന്നത്, ഭരിക്കുന്നത്, ആ റൂൾ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ
ലോ എന്ന് പറയുന്നത് മോറൽ ലോയാണ്. ഇതിന്റെ തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, മോറൽ ലോയ്ക്ക് നാം ഒരു മോറൽ ഏജന്റ് ആയിരിക്കുന്നത്, അതായത് നമ്മൾ സ്വതന്ത്ര മനസ്സിന്റെ ഉടമയായിരിക്കുന്നിടത്തോളം നമുക്ക് ഇൻഫ്ലുവൻസ് തരാനല്ലാതെ ദൈവത്തിന് ഫിസിക്കലായിട്ട് നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നല്ല സമ്മർദ്ദത്തോടു കൂടെ സാഹചര്യങ്ങൾ ഒരുക്കി തരാം, നമ്മുടെ സോളിലേക്ക്, നമ്മുടെ ഇന്റലക്റ്റിലേക്ക് നല്ല സമ്മർദ്ദം തരാം. പുത്രൻ രക്ഷിക്കപ്പെടുവാൻ, പുത്രനെ കൈക്കൊള്ളുക, അതിനുവേണ്ടി നമുക്ക് പാപബോധം ഉളവാക്കാം. പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തിയാണ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. ഹൈ പ്രഷറിൽ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ വലയിലൊടിക്കുക. 66-ാം സങ്കീർത്തന 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എങ്ങും ചാടിപ്പോകാൻ പറ്റാത്തവണ്ണം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒരു വലയിൽ, ഒരു കുരുക്കിലൊരുക്കിയിട്ട് ആ പ്രവൃത്തി തുടങ്ങും. അവിടെ നമുക്ക് ശരിയായി മുട്ട് വറച്ചുകൊണ്ട് നമ്മുടെ ആ ന്യായവിധി മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ രക്ഷിതാവിനെ നമ്മൾ അന്വേഷിക്കും. അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് പുത്രനെ വെളിപ്പെടുത്തുകയുള്ളൂ. അല്ലാത്ത വെളിപ്പാടുകൾ വെളിച്ചപ്പാടുകളാണ്. അപ്പോൾ ആ അറ്റോൺമെന്റ് കൂടാതെ നിങ്ങൾക്ക് ഞാൻ തന്നെ സീരിയസ് ആയിട്ട് പറയാൻ കാരണം, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എതിർ ശക്തികളുണ്ട്. ഇവയോടൊക്കെ പോരാടണമെങ്കിൽ നമുക്ക് ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അറ്റോൺമെന്റ് കൂടാതെ യാതൊരു ദൈവങ്ങൾക്ക്, യാതൊരു മതത്തിനും ദൈവത്തോട് മനുഷ്യരെ നിരപ്പിക്കുവാൻ സാധ്യമല്ല. ഡിവൈൻ ലോ സമ്മതിക്കില്ല. ദൈവം എത്ര സ്നേഹമുള്ളവനായാലും കരുണയുള്ളവനായാലും ഡിവൈൻ ലോക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്താതെ, അതായത് പാപം ചെയ്ത് ദേഹി മരിക്കണം എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്താതെ മാനവജാതിയോട് ക്ഷമിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. ഏതെങ്കിലും മതവിഭാഗങ്ങളോ വ്യക്തികളോ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ സേറ്റാന്റെ ശുശ്രൂഷകന്മാരാണ്. ഞാൻ ഈ കാര്യങ്ങൾ വളരെ ശക്തികളോട് വാദിച്ചിട്ട് പല മതത്തിന്റെയും ശക്തികൾ അതിന്റെ പുറകിൽ അവരൊക്കെ വിളിക്കുന്നതായ ദൈവങ്ങളോ അല്ലെങ്കിൽ അവരെ മധ്യസ്ഥന്മാരെന്ന് വിളിക്കുന്ന ശക്തികളോട് യുദ്ധം ചെയ്ത്, ആത്മീയ യുദ്ധം ചെയ്ത് അവയെ മുട്ടുമടക്കിക്കുന്ന ഒരു വിഷയമാണ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 12 എപ്പിസോഡുകൾ ഈ യൂട്യൂബിലുണ്ട്. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ മിക്കവാറും എല്ലാ എപ്പിസോഡുകൾ ഇടുന്നുണ്ട്. ഇതിന് താഴെ വിടാം. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും റിപ്പന്റൻസ് എന്താണ്, റീജനറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, റീജനറേഷൻ നമുക്ക് എന്താ സംഭവിക്കുന്നത്. there is nothing created in our soul. നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്കൽറ്റീസിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, കാരണം റിപ്പീറ്റ് ചെയ്യാൻ കാരണം പലവരും പല രീതിയിൽ ചിന്തഗതികളുണ്ട്. നമ്മുടെ ഇന്നാക്റ്റീവ് ആയിരുന്ന ഇന്റേണൽ ഫാക്കൽറ്റീസിന് അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ, നമ്മുടെ പ്രാണനിലും മനുഷ്യാത്മാവിലും ഉള്ളതായിട്ടുള്ള അവയവങ്ങളെ ഇന്നാക്റ്റീവ് ആയിരുന്നതിന് ക്രിസ്തു മുഖാന്തരം ആക്റ്റീവ് ആക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. there is no new creation. ഒരു പുതിയ ക്രിയേഷൻ നമ്മളിലില്ല. ഉള്ളതിനെ തന്നെ ജീവിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും തെറ്റായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വ്യാജമാണ്. പാപത്താൽ മരിച്ചിരുന്ന മനുഷ്യനെ, നമ്മൾ മരിച്ചിരുന്ന മനുഷ്യാത്മാവിനെ വീണ്ടും ജീവിപ്പിക്കുക. നമ്മുടെ വില്ലിനെ നാം പാപത്തിന് അടിമയാക്കി കൊടുത്തു. ഡെലിബറേറ്റ് ആക്ഷൻ ആണ്, ഒരു ഇമോഷനിൽ ഉണ്ടായതല്ല, ഒരു ബുദ്ധിപരമായ കാര്യമല്ല. നമ്മുടെ ഫ്രീ വില്ലിനെ, നമ്മളെ സ്വതന്ത്ര മനസ്സിനെ നമ്മുടെ പൂർണ്ണ നിശ്ചയത്തോടു കൂടെ ഏതും തോട്ടത്തിൽ വെച്ച് വൃക്ഷഫലം കാണുവാൻ നല്ലതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിക്കും കാമ്യം എന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷനിൽ ഉണ്ടായ കാര്യമല്ല, ബുദ്ധിപരമായ ഒരു കാര്യമല്ല. അത് സോളില് ഉള്ളതായിട്ടുള്ള ഫ്രീ വില്ലിന്റെ ഡിസിഷനാണ്. അത് തന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ വ്യാജ സുവിശേഷന്മാർ ഉപയോഗിക്കുന്ന ട്രിക്ക്. ഇമോഷൻ ഇളക്കിക്കൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഇമോഷൻ, പ്രാണനിൽ വസിക്കുന്ന ഇമോഷൻ ഇളക്കുന്ന വിധത്തിൽ യേശുവിനെ തന്നെ പ്രസംഗിച്ചുകൊണ്ട് ആത്മാവിന് പാപത്തെക്കുറിച്ച് യാതൊരു ബോധം വരുത്താതെ യേശുവിനെ പ്രസംഗിക്കുക. അങ്ങനെ അവർ ഈ ലോകത്തിൽ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യത്തിലേക്ക് എല്ലാവരും എടുക്കുന്നത്. അത് ഞാൻ 2 യാഗപ്പീഠങ്ങളെ കുറിച്ച് കൊണ്ട് കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുന്നേ പറയുണ്ടായിരുന്നു. യെരുശലേമിൽ ഒരു യാഗപ്പീഠം ഇരിക്കെ തന്നെ യോർദാൻ നദിയുടെ ഈസ്റ്റേൺ സൈഡില് റൂബേന്യര്, ഗാദ്യര്, മനുഷ്യരുടെ പാതിഗോത്രങ്ങള് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിതപ്പോൾ ഉടനെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളെ കൊടുത്ത് ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. കാരണം യാഗപീഠം ഒന്നേയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്വത്തെ, യേശു ക്രിസ്തുവിന്റെ പാപയാഗത്തെ അനുസ്മരിക്കുന്ന ഒരേ ഒരു യാഗപീഠമേ ഉള്ളൂ. ആ യാഗപീഠത്തിൽ ഇറങ്ങുന്ന തീ എന്ന് പറയുന്നത്, കത്തുന്ന തീ എന്ന് പറയുന്നത് മാനവജാതിയുടെ പാപത്തോടുള്ള ക്രോധാഗ്നിയാണ്.
ഇത് മനസ്സിലാക്കി എൻ്റെ മേൽ വ്യക്തിപരമായിട്ട് വരേണ്ട ദൈവക്രോധാഗ്നി നിത്യ യുഗങ്ങളിൽ ഞാൻ നരകത്തിൽ അവസാനിക്കേണ്ട സ്ഥാനത്ത് അവസാനിക്കില്ല, നരകത്തിൽ തുടരേണ്ട സ്ഥാനത്ത് തന്റെ പുത്രൻ അല്പസമയം പാതാളത്തിൽ പോയി മരണം അനുഭവിക്കുന്നത്, യാതന അനുഭവിക്കുന്നത് നല്ലതെന്ന് കണ്ട് തന്റെ പുത്രനെ ഏൽപ്പിച്ചതെന്ന ആ ദൈവത്തിന്റെ സ്നേഹമാണ് ക്രൂശിൽ വെളിപ്പെടുന്നത്. അവിടെയാണ് നമുക്ക് പാപത്തെക്കുറിച്ച് വെറുക്കുന്നത്, അവിടെയാണ് ക്രിസ്തുവിനോട് സ്നേഹത്താൽ അടുക്കുന്നത്. മറ്റ് ശരീരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്ഷണികമാണ്. എന്നാൽ നാം ആത്മീകമായ കാര്യം പറഞ്ഞതുകൊണ്ട് ആത്മീകമല്ല പറയുന്നത്. ആത്മീകത്തിന് ഭൗതികമില്ലയോ? ഈ അകത്തിരിക്കുന്നതിന് സൂക്ഷിപ്പാനല്ലയോ ദൈവം ഈ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ശരീരത്തിന് എന്ത് നല്ലതെന്ന് സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മേക്കാൾ നന്നായി അറിയാം. നാം ചോദിക്കാതെ തന്നെ നല്ലതെന്ന് കണ്ട് ക്രൂശിൽ ചെയ്ത് നാം ചോദിച്ചിട്ടാണ് തന്നത്. കഴിഞ്ഞ ഒരു ദിവസം ശ്രേഷ്ഠ ദേവദാസൻ പ്രസംഗത്തിനിടയിൽ അബദ്ധവശാൽ, കൺവെൻഷൻ പ്രസംഗത്തിനിടെ അത്ഭുതവശാൽ പറഞ്ഞു പോയത്, നല്ലവണ്ണം പ്രസംഗിക്കുന്ന ദേവദാസനാണ്. പഴയ പുരാണങ്ങളിലൊക്കെയും ഹൈന്ദവ പുരാണത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പ്രാർത്ഥനകൾ ചെയ്തിരുന്നു. മുസ്ലിമിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അനേകരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് ദൈവം പുത്രൻ നൽകിയെന്ന് അദ്ദേഹം അബദ്ധവശാൽ പറഞ്ഞു പോയത്. നോ, അൺമെറിറ്റഡ് ഫേവർ. പുത്രന് നൽകിയത് കൃപയാലാണ്. വി ഡോണ്ട് ഹാവ് എനി മെറിറ്റ് ഫോർ ദാറ്റ്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ അടുത്ത് സുവിശേഷം എത്തുന്നത് ഒരു മെറിറ്റും കൊണ്ടല്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ മനുഷ്യാത്മാവും പ്രാണനും നിത്യമായ നരകത്തില് യുഗായുഗങ്ങൾ വെന്തെരിയുന്നതുകൊണ്ട് അതിനേക്കാൾ നല്ല തന്റെ പുത്രൻ അല്പസമയം വെന്തെരിയുന്നത്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്ക വേണം. അല്പസമയം കൈവിട്ട സ്നേഹമാണ് ആ യാഗപ്പെടുത്തൽ ക്രൂശിൽ കാണുന്നത്. അവിടെ ഹൃദയദുർക്കത്തോടുകൂടെ സ്നേഹത്തിൽ വേണം യേശുവിനെ സ്വീകരിപ്പാൻ. വല്ലത് കിട്ടിയിട്ടല്ല, അതിന്റെ കൂടെ സകലതും ഫ്രീ പ്രൊവിഷൻസ് ആണ്. ഞാനിത് ഈ രക്ഷ എങ്ങനെ നടക്കുന്നു, കാരണം മുന്നോട്ട് ഈ വക കാര്യങ്ങൾ, അതായത് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ടുള്ള കാര്യങ്ങളൊക്കെയും കുറെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. നാമും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് നടത്തുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ ഫൈനലായിട്ട് കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിൽ പെർസീവറൻസ് സ്റ്റിൽ എൻഡ്, അല്ലെങ്കിൽ വിശ്വാസത്തെ തുടർന്നു പോകേണ്ട ആവശ്യത്തെ കുറിച്ചുകൊണ്ട് ഇന്ന് കാൽവിനിസത്തിന്റെ ട്രേസസ് അവിടെ എവിടെയും വന്ന് ഫെയ്ത്തിന്റെ ഒരു ആക്ഷനിൽ എവറിത്തിങ് ഡൺ, ഫിനിഷ്ഡ് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വർക്ക്. എന്തിനാ? നമ്മുടെ ഒറിജിനൽ സിന്നിന്, ഒറിജിനൽ പാപത്തിന്, ഏതും തോട്ടത്തിൽ ലഭിച്ച പാപത്തിന്റെ ശിക്ഷ അത് ക്രിസ്തുവിന് മാത്രമേ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആർക്കും ചെയ്യാൻ സാധ്യമല്ല. അത് ഒരു ആക്ഷനേ ഉള്ളൂ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വർക്ക്. അവനെ മരിച്ചിടന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 5. എന്നാൽ തുടർന്ന് മുന്നോട്ട് നമ്മൾ അതിനാണ് 2 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 3 തുടങ്ങി നമ്മൾ വായിച്ചത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് ഭക്തി, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഇത് ഉണ്ടായി വർദ്ധിക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ആശ്രയം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ വിശ്വാസമല്ല. നമ്മുടെ ഏതൊരു വിഷയത്തിലും ഐദർ മെറ്റീരിയൽ ഓർ ഫിസിക്കൽ ഓർ സ്പിരിച്വൽ, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിനക്ക് സഫിഷ്യന്റ് ആണ്. അവന് സർവസമ്പൂർണതയുമുണ്ട്. ഇത് ബുദ്ധിപരമായി പിടിച്ചുകൊണ്ട് കാര്യമില്ല, പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് വരണം. ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞിരുന്നു, സ്തോത്രം, പാപം നീ സ്വീകരിച്ചതായ യേശു, അതായത് ഈ പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുമ്പോൾ ഇമോഷനിൽ പലരും കൈയുയർത്തി രക്ഷയേറ്റ് പറയും, ബുദ്ധിപരമായ അറിവ് കൊണ്ട് രക്ഷയേറ്റ് പറയും, യേശുവിനെ അംഗീകരിക്കും. പക്ഷെ നിന്റെ സോളിൽ, നിന്റെ ആത്മാവിൽ യാതൊരു ചലനം നടന്നിട്ടില്ലെങ്കിൽ, നിനക്ക് പാപബോധം ഉളവായിട്ടില്ലെങ്കിൽ, ന്യായവിധിയെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഈ ക്രൂശിലേക്ക് നിന്നെ ആകർഷിച്ചിട്ട് നിനക്ക് പകരമായിട്ട് നീ വെന്തരിയേണ്ട സ്ഥാനത്ത് ഇത്രയും വലിയവനായ ദൈവം നിന്നെ പോലുള്ള ശരീരം, പ്രാണൻ, ആത്മാവ് എടുത്തുകൊണ്ട് നിനക്ക് പകരമായ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവ് നീ പോയി വെന്തരിയേണ്ട സ്ഥാനത്ത് നിനക്ക് പകരമായി പോയി കഷ്ടം അനുഭവിച്ചു, മരണം അനുഭവിച്ചു എന്നാണ് ഹെബ്രായലേഖനം 2:9 പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹത്തിൽ വേണം യേശുവിനെ സ്വീകരിപ്പാൻ. അതിന് ഒരിക്കലും മാറിപ്പോവുകയില്ല. മറ്റെല്ലാം തന്നെ
നിങ്ങൾ നോർമലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനും പ്രയാസമുണ്ടാവില്ല. പരീക്ഷകൻ വളരെ തന്ത്രശാലിയാണ്. പരീക്ഷകൻ വളരെ ടാക്ടിക്സ് ഉപയോഗിക്കും. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തില് തന്ത്രങ്ങൾ വരുമ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ. നാം പോകുന്ന ഇതേ വഴിയിൽ കൂടെ നമുക്ക് മുമ്പായി കടന്നു ചെന്നവനാണ് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, നമ്മുടെ രക്ഷാ നായകൻ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ. അവനിൽ ആശ്രയിക്കാൻ. ലോർഡ്, ഐ കനോട്ട് ഓവർകം ദിസ്. നിങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇല്ലാത്തവരോട് പറയാണ്, ഇത് അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്തരം മാർഗങ്ങളിൽ കൂടെ കടന്നു പോണ്ടി വന്നിട്ടുള്ള കാരണം നിങ്ങൾ ബുദ്ധിപരമായി വിശ്വസിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇമോഷനിൽ നടന്നിട്ടുള്ളൂ. ഇമോഷനോ അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ കൊണ്ട് ഒന്നും നടക്കാൻ നിങ്ങളുടെ ഫ്രീ വില്ലിന്റെ ഡിസിഷനാണ്. ഇതുവരെ സ്വന്തം ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നടന്നു ജീവിച്ചു. ഇനിയുള്ള കാലം ദൈവഹിതത്തിന് ഞാൻ എൻ്റെ ഫ്രീ വില്ലിനെ പൂർണ്ണമായിട്ടും ഡൈവേർട്ട് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് ഞാൻ ട്വിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എൻ്റെ ഫ്രീ വില്ലിനെ ഞാൻ ദൈവഹിതത്തിന് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് വരുമ്പോൾ അറിയാം നിങ്ങളിലാണ് ആശ്രയിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിലാണെന്ന്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഉടനെ കർത്താവ് ഞാൻ എന്നിൽ ആശ്രയിച്ച് ഫെയിലായി ഇനി എനിക്കത് വേണ്ട. പല യുക്തികൾ ഉപയോഗിച്ച് നോക്കും, പല തിയറികൾ പറഞ്ഞു നോക്കും, പല നോഷൻസ് പറഞ്ഞു നോക്കും, പല വചനങ്ങൾ പറഞ്ഞു നോക്കും. പക്ഷേ നിങ്ങളുടെ സെൽഫ് നിങ്ങൾ റിനൗൺസ് ചെയ്യാത്തോടത്തോളം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടുകയില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വെളിപ്പെടുന്നതും ഉടനെ മറ്റെല്ലാ ശക്തികളും അകന്നു പോകും. മറ്റെല്ലാ പാപത്തിന്റെ പ്രവൃത്തികളാകട്ടെ എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകും. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ സ്ലോവിലെ ഗ്രോത്ത് ഉള്ളൂ, വൺ ആക്ടിൽ നടക്കുന്നതല്ല. ആരെങ്കിലും അങ്ങനെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ സഹോദര സഹോദരി ഗുഡ് ബൈ എന്ന് പറഞ്ഞ് സത്യത്തിന്റെ പുറത്ത് നിങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസിന് വേണ്ടി ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് എന്നെ കൈപ്പിടിച്ച് നടത്തണമേ. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിനായിട്ട് വേർതിരിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സ്. ഇനി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുകയോ കർത്താവിന്റെ മേഘപ്രത്യക്ഷയുടെ സമയത്ത് ദൈവം ഡിക്ലെയർ ചെയ്യണം, ദിസ് പെർട്ടിക്കുലർ സോൾ ഈസ് ജസ്റ്റിഫൈഡ്, അതായത് ക്വാളിഫൈഡ് ടു സ്റ്റാൻഡ് വിത്ത് മീ. ഒരു ഡിനോമിനേഷന് അധികാരം കൊടുത്തിട്ടില്ല, ഒരു സെൻട്രൽ പാസ്റ്ററിനോ ഒരു പോപ്പിനോ ഒരു തിരുമേനിക്ക് ഈ അധികാരം കൊടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവ് മാത്രമേ അത് മോണിറ്റർ ചെയ്യുന്നത്. അതാണ് പുത്രനെ ഏൽപ്പിച്ചത്. ക്രിസ്റ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അത് പിതാവിനെ ആകർഷിക്കപ്പെട്ട് പുത്രന്റെ അടുത്ത് വന്ന് അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം ഒരുക്കിയെടുക്കുക. ഈ ഡ്യൂട്ടിയാണ് ദൈവകൃപയാല് അവന്റെ അഭിഷക്തരായി നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ 2 Peter chapter 1 വേഴ്സ് 3 to 10 വരെയുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ചും 5 തുടങ്ങി വിശ്വാസത്തോടും വീര്യത്തോടും പരിജ്ഞാനത്തോടും ഇന്ദ്രിയത്തോടും സ്ഥിരതയോടും ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹം. ഈ മച്യൂരിറ്റി ഇതിനെ പറയുന്നതാണ് ഗ്രോത്ത് ഇൻ ഗ്രേസ്. ഇത് ഒരു ആക്ഷൻ നടക്കുന്നതല്ല. ബൈ എക്സസൈസിങ് ഫെയ്ത്ത് യു വിൽ റിസീവ്, യു വിൽ ഡെവലപ്പ് ക്രിസ്ത്യൻ എനർജി. അതായത് ക്രിസ്തുവിലുള്ള ആശ്രയത്താൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിന്നിൽ കൂടെ വെളിപ്പെടുമ്പോൾ യു വിൽ റിയലൈസ് യെസ് ഇറ്റ് ഈസ് നോട്ട് മീ. അപ്പൊ നിനക്ക് പൗലോസിനെ പോലെ പറയട്ടെ, ഞാൻ ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്രേ. അതാണ് ക്രിസ്ത്യൻ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ നിനക്ക് എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ എക്സ്പീരിയൻസ് വരുമ്പോൾ ഈ ലോകത്ത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സ്റ്റിമുലേഷൻസ് ഒക്കെ മാറും. കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപമൊക്കെ മാറി. യെസ്, എനിക്ക് ഈ ക്രിസ്തുവിനെ മതി. ഒരൊറ്റ ടെസ്റ്റിൽ കൂടെ നിനക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും, യെസ് എനിക്ക് ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മതി, ഈ ഈസ് സഫിഷ്യന്റ്. പിന്നെ നിനക്ക് ഗ്രോത്ത് ഉണ്ട്. അപ്പൊ പിന്നെ ഫെയിലായി പോകുന്ന കഴിഞ്ഞ പ്രാവശ്യം എന്നെ നടത്തിയവൻ, എന്റെ വലം കൈ പിടിച്ചിരിക്കുന്നവൻ എന്നൊരു പാട്ട് പാടി, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ എന്നും മാറാത്ത വല്ലഭൻ താൻ. നമുക്ക് എപ്പോഴും പറയാൻ പറ്റണം. ആ കാര്യങ്ങളും ഇനി കൊളോഷ്യൻ ലേഖനത്തിൽ നിന്നും ഈ ദിവസങ്ങളിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തവർ പഠിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. കൊളോഷ്യൻ ലേഖനം ചാപ്റ്റർ 1 വേഴ്സ് 24 to 29 വരെയൊക്കെയുള്ളത്, പ്രത്യേകിച്ച് 28 വരെ. ഇത് തമ്മിലൊന്ന് മെർജ് ചെയ്തിട്ടാണ് ഇന്നത്തെ മെസ്സേജ് പറയാൻ പോകുന്നത്.
അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മുടെ ഈ സബ്ജക്റ്റ് എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഗ്രോത്ത് എങ്ങനെയാണ്? നാം വീണ്ടും പറയാണ്, വിശ്വാസത്താൽ ക്രിസ്ത്യൻ എനർജി, വീര്യം, വീര്യത്താൽ പരിജ്ഞാനം, പരിജ്ഞാനത്താൽ ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്താൽ സ്ഥിരത, സ്ഥിരതയോടുകൂടെ ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി. ബൈ എക്സസൈസിങ് all this you will develop Christian love. അത് നിന്നിൽ കൂടെ വെളിപ്പെടും. ഏത് പരിശോധന പോലും നിന്റെ കൂടെ വെളിപ്പെടും. അതെങ്ങനെയാണ്? അതിന്റെ പ്രത്യക്ഷതയാണ് ക്രൂശ് നമുക്ക് വെളിപ്പെട്ടത്. മനസ്സുകൊണ്ടാകുന്ന ഒരു ശത്രുക്കളുമായി തീർന്ന നമ്മളെ നാം നിത്യമായ നരകത്തിലെ യുഗായുഗങ്ങൾ വെന്തെരിയുന്നതിനേക്കാള് തൻ്റെ പുത്രൻ അല്പസമയം വെന്തെരിയുന്നത്, അല്ലെങ്കിൽ കൈവിട്ട് പോകുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കവണ്ണം അല്പസമയത്തേക്ക് കൈവിട്ടതാണ് ഈ ക്രിസ്ത്യൻ ലവ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്രീമാണ് അവിടെ കാണിച്ചത്. ഇത് നമ്മൾ കൂടെ വെളിപ്പെടണം. നീ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് കണ്ട്, ഇത് ചർച്ചിനകത്തുള്ള കാര്യമാണ് കേട്ടോ, വഴി പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചർച്ചിനകത്തുള്ള കാര്യം. നീ ആരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നു, ആരുമായിട്ട് കർത്തൃമേശ എടുക്കുന്നുവോ അവർക്ക് നല്ലതെന്ന് എന്ത് കണ്ട്, നിനക്ക് എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാൽ, ഈവൻ ഡെത്ത്, ഇതൊക്കെ മനസ്സിലായാലേ ക്രിസ്ത്യൻ ചർച്ചിന്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അവർക്ക് നല്ലതെന്ന് കണ്ട് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, ഈവൻ ഡെത്ത് പോലും അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുക. അപ്പോൾ നിനക്കറിയാം നീ ഈ ട്രാക്കില് വിശ്വാസത്തോട് വീര്യം തുടങ്ങി ദൈവസ്നേഹം നിന്നിൽ ഡെവലപ്പായിട്ടുണ്ടെന്ന്. നമ്മൾ ആരും ഇതിൽ ഫുള്ളല്ല, ഞാനും ഫുള്ളല്ല. പക്ഷെ കർത്താവ് അല്പം രുചിച്ചറിയാൻ കൃപ തരുന്നത് കൊണ്ട് പറയുന്നു. അങ്ങനെ ഡെവലപ്പായിരിക്കുന്ന ചർച്ചില് ശുശ്രൂഷകന്മാരുടെയും വിശ്വാസികളുടെയും ഡ്യൂട്ടി എന്താണ് എന്നൊരു കാര്യമാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ വർക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ഡീൽ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, ചാപ്റ്റർ 1 വേഴ്സ് 24 ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഒരു ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തം ഇതാണ്. അതേപോലെ ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അത് വിശ്വാസികളോട് പറയാണ്. ശുശ്രൂഷകരോട് പറയുന്നത്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് ചിന്തിച്ചിരിക്കണം. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ, വ്യക്തിയെ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താ? ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കൂടെ നീ ശുശ്രൂഷകനായിന്ന് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം ഒരുക്കണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം പറയുന്നത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അവർ കണക്ക് ബോധിപ്പിക്കുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഇതൊരു ശുശ്രൂഷകന്റെ ഡ്യൂട്ടിയാണ്. ജാഗരിച്ചിട്ട് എന്താ പറയുക, ഇംഗ്ലീഷിൽ വായിച്ചിരിക്കുന്നത്, ഒബേ ദോസ് ഹു റൂൾ ഓവർ യു. അത് ബിലീവേഴ്സിനോട് പറയാണ്. ആൻഡ് ബി സബ്മിസീവ്, ഫോർ ദേ വാച്ച് ഔട്ട് ഫോർ യുവർ സോൾസ് ആസ് ദോസ് ഹു മസ്റ്റ് ഗിവ് അക്കൗണ്ട്. അങ്ങ് ചെല്ലുമ്പോൾ ഞാൻ എത്ര ദശാംശം മേടിച്ചു വന്നോ, എന്റെ സഭയിൽ എത്ര പേരെ സ്നാനപ്പെടുത്തി, കൊല വീരന്മാർ സ്റ്റേജിൽ നിന്ന് തകർത്തു പറയാറുണ്ട്, ഇത്ര പേരെ സ്നാനപ്പെടുത്തിയ റെക്കോർഡൊന്നും നിനക്ക് ആരെയും രക്ഷിക്കുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യന് ഒരു ശ്രദ്ധിക്കുക. അപ്പൊ പൗലോസ് പറഞ്ഞ വാക്യം, ഞാനല്ലോ നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് വാക്യൊക്കെ കൊണ്ടുവരും. യെസ്, പൗലോസ് അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ ഉപകരണം മാത്രമായിരുന്നു. Holy Spirit is doing that work. Hallelujah. അപ്പോൾ ശുശ്രൂഷകന്മാരുടെ ഡ്യൂട്ടിയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച വ്യക്തിയാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. നിന്റെ ഡ്യൂട്ടിയാണ് നീ ആത്മാക്കൾക്ക്, അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കണം. വാച്ച്, ഫോർ ദേ വാച്ച് ഔട്ട് ഫോർ യുവർ സോൾസ്. അവരുടെ പോക്കറ്റിൽ അവരുടെ മറ്റു കാര്യങ്ങളല്ല,
അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ല. ദരിദ്രനായാലും പാവപ്പെട്ടവനായാലും ഉയർന്നവനായാലും നീചനായാലും ഏതൊരുത്തിനെയോ സമ്പാദിച്ചത് ക്രിസ്തുവാണ്, തന്റെ ജീവനെ കൊടുത്തുകൊണ്ട്. ആ സോളിന്റെ വില ഈസ് ഈക്വൽ ടു ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ഇത് എപ്പോഴും മനസ്സിലാക്കണം. വിറയലോടുകൂടെ മുട്ടടിച്ചിട്ട് ആ ആത്മാവിന്റെ അവസ്ഥ എവിടെയാണ്, ഏതാണെന്ന് ജാഗരിക്കണം. വാച്ച് ഔട്ട്. ജാഗരിക്കുമ്പോൾ മനസ്സിലാകും ഈ ആത്മാവ് അല്പം ബുദ്ധിമുട്ടിലാണ്, സംശയത്തിലാണ്, വേദനയിലാണ്, വിശ്വാസത്തിൽ അല്പം ചാഞ്ചാടുന്നുണ്ട്. അല്ല ചിലപ്പോ ചില വ്യാജ ആടുകളെ മോഷ്ടിക്കുന്ന കള്ളയടന്മാര്, ചെറുകുറുക്കന്മാര്, ഇങ്ങനെ പലതും അവരിലേക്ക് ആ വിശ്വാസത്തിന്റെ ഗ്രോത്ത്, അതായത് വിശ്വാസത്തോട് പരിജ്ഞാനത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരത, ഈ ട്രാക്കില് അവരിപ്പോൾ എവിടെയാണ്, ഏതവസ്ഥയിലാണെന്ന് നിന്റെ ഉത്തരവാദിത്വമാണ്. പരിശുദ്ധാത്മാവിനാൽ ജാഗരിച്ച് അവിടെ സോളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ മനസ്സിലാക്കിയിരിക്കണം. ഇതില്ലെങ്കിൽ നീ ഒരു ശുശ്രൂഷകനല്ല. ആയുധം വെക്കുക, നിന്റെ അവസ്ഥ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതാ യോഹന്നാൻ ചാപ്റ്റർ ലെറ്റസ്റ്റ് ജോൺ, യോഹന്നാൻ ലേഖനങ്ങൾ 1-ാം ലേഖനത്തില് വേഴ്സ് 5 തുടങ്ങി പറഞ്ഞിട്ട് യോഹന്നാൻ കൺക്ലൂഡ് ചെയ്തത്, നിങ്ങളോട് ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുമാകുന്നു. ഈ ഒരു കൂട്ടായ്മ, ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം താൻ സ്വന്തം രക്തത്തെ സമ്പാദിച്ച സഭയെ മേയിക്കാൻ. സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? ഇതില്ലെങ്കിൽ ആയുധം വെക്കുക, ആളെ കൂട്ടാൻ നോക്കണ്ട. ആയുധം വെച്ചിട്ട് താൻ ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ അവസ്ഥ, ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ കൂട്ടായ്മ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് ഞാൻ ശോധന ചെയ്യും. ഇല്ലെന്ന് എനിക്ക് പല പ്രാവശ്യം മനസ്സിലാകുമ്പോൾ ഞാൻ വേറെ ഒന്നും പറയാതെ മുട്ടുമടക്കി ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ എന്നെ തന്നെ അങ്ങ് ശോധന ചെയ്യും. കർത്താവ് എന്താ വിഷയം? കൊടുങ്കാറ്റുകളുണ്ടാവും, ഈശാനമൂലകളുണ്ടാവും, പലതും ഉണ്ടാവും. അവിടെ നിന്ന് ഉത്തരം ലഭിച്ചല്ലാതെ എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല. പല ഈശാനമൂലങ്ങൾ അടിക്കും, പല കൊടുങ്കാറ്റിലടിക്കും, പല നിന്ദകളും വരും, പരിഹാസങ്ങളും, പല ത്യാജിക്കും, പലതും ഉണ്ടാകാം. അവിടെയൊക്കെ നിന്റെ വ്യക്തിപരമായിട്ടുള്ള ക്രിസ്തുമായിട്ട് റിലേഷൻ എവിടെയാണെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് നീ ശോധന ചെയ്യുന്ന ആത്മാക്കൾ, നീ ജാഗരിക്കുന്ന ആത്മാക്കളുടെ അടുത്തത് കൊളോസ്യർക്ക് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് വിശ്വാസത്തോട് വീര്യം നീ ജാഗരിക്കുന്ന ഒരു ആത്മാവിൽ ക്രിസ്ത്യൻ എനർജി അല്ല ഡെവലപ്പ് ആകുന്നത്. അവരുടെ ജഡമാണ് ഡെവലപ്പ് ആകുന്നത്, അവരുടെ ഇന്റലക്റ്റ് ആണ് ഡെവലപ്പ് ആകുന്നത്, അവർ ഇമോഷനിലാണ് ജീവിക്കുന്നത്. നിനക്ക് മനസ്സിലാകുന്നുവെങ്കിൽ നീ ആ ഭാരം നിന്റെ സോളിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. സന്തോഷത്തോടെ, പിറുപിറുത്തിട്ടല്ല, ആത്മാവിനെ ശാസിച്ചിട്ടില്ല, ഗുണപ്പെടുകയില്ല. ഇത്ര നേരം ഇത്രയും സുവിശേഷം കേട്ടിട്ടും ഗുണപ്പെടുന്നില്ലയോ, നീ ഒന്നും ഗുണപ്പെടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് പ്രാഗി ശപിച്ച് വിട്ടുകളയല്ല, നീ കണക്ക് കൊടുക്കേണ്ടതാ. രക്ഷിച്ച് ക്ലിയർ ആണെന്ന് വില കൊടുത്ത് നീതീകരിച്ച്, വിശ്വാസത്തെ നീതീകരിച്ച് കൊടുന്ന ആത്മാവിന്റെ അവസ്ഥ പറയുന്നത്. നിന്റെ അടുത്ത് കൊണ്ടുവന്ന ആത്മാവിന്റെ അവസ്ഥ വിശ്വാസത്തെ സൗജന്യമായി നീതീകരിച്ച് യാതൊരു കുറവില്ലാതെയാണ് നിന്റെ മുമ്പില് ഗ്രോത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്കൊരു കുറവും പറയാൻ പറ്റില്ല, നിനക്ക് എക്സ്ക്യൂസ് ഇല്ല. ജാഗരിക്കുന്ന സമയത്ത് ആ സോളിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാകുന്നവരേക്കും ജാഗരിക്കുക. ഇത് ഞാൻ വർഷങ്ങളായി ചെയ്തിട്ടാണ് പറയുന്നത്. സഭയിൽ വന്ന ആൾക്കാർ മാത്രമല്ല, ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ തുടങ്ങി തന്നെ ആത്മാവിന്റെ ഓരോ അവസ്ഥയും ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ സോളിൽ വെളിപ്പെടുത്തി അവർക്ക് വേണ്ടി മുട്ടുമടക്കി. മണിക്കൂറോളം ചിലപ്പോൾ മുട്ടുമടക്കേണ്ടി വരും. എല്ലാത്തിലെല്ലാം ചെയ്യിക്കാൻ പറ്റുന്നില്ല, പക്ഷേ അതിനു വേണ്ടി ജാഗരിക്കും. സ്തോത്രം. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേല് കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ ദൈവം കോപത്തോടെ കടന്നു വന്ന് പറഞ്ഞത് എന്താ, ഈ ജാതിയെ ഞാൻ നീക്കിക്കളയും, ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് മോശയോട് പറഞ്ഞു. മോശയ്ക്ക് നല്ലൊരു ടെസ്റ്റായിരുന്നു അത്. അബ്രഹാം, ഇസാക്ക്, യാക്കോബിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ദൈവം മാറുന്നവനല്ല. അവിടെ മോശ നിന്നെങ്കിൽ, ലോർഡ്, നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെ മുന്നോട്ട് നടത്താൻ നിനക്ക് കഴിവില്ലെന്ന് കണ്ട് നീ അവരെ കൊന്നു കളഞ്ഞെന്ന് മിസ്രൈമിൽ നിന്നെ കുറിച്ച് പറയാതിരിപ്പ, നീ അവരുടെ കൃപ കാണിക്ക്.
നീ അവരോട് കൃപ കാണിക്കുന്നു പറഞ്ഞ് ഗ്യാപ്പിൽ നിൽക്കുകയായിരുന്നു. സ്തോത്രം. തട്ടിക്കളയാനുള്ളതല്ല. ഇനി ഇങ്ങനെ ജാഗരിക്കുന്ന ഒരു ദേവദാസിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആത്മാക്കളുടെ ഡ്യൂട്ടി കൂടെ പറയാം. ഒബേ ദോസ് ഹു റൂൾ ഓവർ യു. സ്പിരിച്വൽ ആയിട്ട് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ദേവദാസന്മാര് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. ബി സബ്മിസീവ്. ഈ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തോടത്തോളം യാതൊരു മാർഗമില്ല. കിടന്ന് അയ്യം വിളിക്കാതെ മാത്രം. ഇതാണ് ക്രിസ്ത്യൻ ചർച്ചുകളിൽ ഡിനോമിനേഷനുകൾ നടക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഡിനോമിനേഷന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. രാഷ്ട്രീയക്കാരെക്കാളും മ്ലേച്ഛകരമായ രീതിയിൽ പബ്ലിക്കായിട്ട് ജാതികൾ പോലും പന്തെടുത്ത് അടിക്കുന്ന പോലെ എടുത്ത് അടിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തില്ല. നടത്തുന്ന ശുശ്രൂഷന്മാർ അവരുടെ ഡ്യൂട്ടി ചെയ്തില്ല. വിശ്വാസികളും ഇനി വ്യാജന്മാരുടെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ വലിയ താല്പര്യമാണ്. നിങ്ങളുടെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി ഉപരിവിപ്ലവ പ്രസംഗങ്ങൾ പ്രസംഗിച്ച് നിങ്ങളുടെ ഇമോഷനെ ഇളക്കിക്കൊണ്ട് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ 2 കൈ 2 കാലും ഉയർത്തി വേണമെങ്കിൽ അവർക്ക് സബ്മിസീവ് ആവും. കാര്യം നടന്നും കിട്ടും, വിസയും കിട്ടും, കല്യാണങ്ങൾ നടക്കും, കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. പക്ഷേ ഇസ്രായേലില് ദുരാഗ്രഹികളായിട്ട് ഇറച്ചി ചോദിച്ചു, അല്ലേ? ചോദിച്ചത് കൊടുത്തു. പക്ഷേ 106 സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? അവിടെ പ്രാണന് ക്ഷയമയച്ചു. ശരീരത്തിന് വേണ്ടി കൊടുത്തു, പക്ഷെ പ്രാണനിൽ ക്ഷയമയച്ചു. സോള് നഷ്ടപ്പെടും. സ്തോത്രം. അപ്പൊ ഞാൻ അധികം പറഞ്ഞു വരുന്നത് ഈ ഒരു റിലേഷൻ ഇത്രയും ഒരു 5-8 ആഴ്ചകളുമായിട്ട് ഈ വചനങ്ങളെ ഞാൻ 2 രീതിയിൽ 2 ഫ്രൈഡേ ക്ലാസ്സുകളും സാറ്റർഡേ ക്ലാസ്സുകളിലും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2 പീറ്ററിൽ നിന്നും പെർസീവറൻസിന്റെ വിഷയം എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്ന ഗ്രേസിൽ, അതേ സമയത്ത് ചർച്ചിന്റെയും വിശ്വാസികളുടെ ഡ്യൂട്ടി എങ്ങനെയാണ്, എവിടെ വരെ ഇത് കണ്ടിന്യൂ ചെയ്യണം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. കാകളനാഥൻ കേൾക്കുന്ന സമയത്ത് ഒരു തട്ടിക്കൊടർന്നോണത്താൽ കാര്യം നടക്കുകയില്ല. ആ കൺവെൻഷൻ, അടുത്ത കൺവെൻഷൻ നടത്താം, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടത്താം. ആ സമയത്ത് ഉപവാസ പ്രാർത്ഥന നടത്താൻ സമയമില്ല. അതുകൊണ്ട് എപ്പോഴും റെഡിയായിരിക്കത്തക്കോടും വിശ്വാസികളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളെ നടത്തുന്നവർ ദൈവത്തിന്റെ ആത്മാവിനാൽ ഉള്ളവരാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ശോധന ചെയ്യാം. അതെങ്ങനെ? ഉപദേശം പെർഫെക്റ്റ് ആണോ? ഉപദേശം അനുസരിച്ചാണോ ഈ വ്യക്തി ജീവിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ തിരുവെഴുത്തിൽ ആധാരമാക്കി അപ്പോസ്തല പ്രവൃത്തി 15 പറഞ്ഞിരിക്കുന്ന ഒരു ബെറോവിലുള്ളവര് തെസ്സലോനിക്കക്കാരിൽ ഉത്തമരായിരുന്നു. അവർ കേൾക്കുന്നത് മാത്രമല്ല, ഇത് തിരുവെഴുത്തിനുള്ളതാണോ തന്നെ എന്ന് ശോധന ചെയ്തുകൊണ്ട് ഒരു പാപമല്ല. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ എല്ലാ വചനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ, പേഴ്സണൽ ജീവിതത്തിൽ അനുഭവിച്ചറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നുമില്ല. വലിയ വില കൊടുക്കണം. അതുകൊണ്ട് ആളെ കൂട്ടുന്ന പരിപാടി ആയുധം വെക്കുക. നിന്റെ കയ്യിൽ ഈ ഡ്യൂട്ടി നിന്റെ കയ്യിലുണ്ടോ? താൻ സ്വന്തം രക്തത്തെ സമ്പാദിച്ച വ്യക്തിയെ നിന്റെ അടുത്ത് കൊണ്ടുവരും. എവിടെയും കിടന്ന് ഓടണ്ട. അതേപോലെ തന്നെ നിനക്ക് കീഴടങ്ങാത്തതാണോ, ശാഠ്യം പിടിക്കുന്നതാണോ പറിച്ചു കളയുന്നതും ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് എവിടെ വരേക്കാ? കാകളനാഥൻ കേൾക്കുന്നത് വരേക്കും, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് കർത്താവ് വേർപ്പെടുത്തുന്നത് വരേക്കും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്താൻ. ഏത് മനുഷ്യയെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോട് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രസംഗങ്ങൾ പ്രസംഗിച്ചു പോയാൽ പോരാ, ഡോക്ട്രിനുകൾ സ്ഥാപിച്ചാൽ പോരാ, ആശയങ്ങൾ പറഞ്ഞത് പോരാ, ഇമോഷൻ എടുക്കാൻ വേണ്ടി ഒരു പുതിയ ജ്ഞാനം, ഒരു പുതിയ അറിവിന് വേണ്ടി വല്ലതും പറഞ്ഞാൽ പോരാ. അത് നിന്റെ ജീവിതത്തിൽ
പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ച് പുനരുദ്ധാന ശക്തി മനസ്സിലാക്കി അതിനു മുമ്പുള്ള ഗെത്സമനിൽ കൂടെ കടന്നുപോയി കഷ്ടം അനുഭവിച്ച് നിന്റെ വ്യക്തിത്വത്തെ ക്രൂശിച്ച് നിന്റെ സെൽഫിനെ ക്രൂശിച്ച് അതിനുശേഷമാണ് അടക്കത്തിന് ശേഷമേ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയുള്ളൂ. ഇത് വരച്ച് പണി മെനക്കെട്ട പണി തന്നെയാണ്. ഉയർത്തെഴുന്നേൽപ്പ് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ആദ്യം ഒരു ഗെത്സമന എല്ലാവരും വിട്ടുപോകും, തന്നെയാവും. ദൈവഗീതം എന്നെ നടക്കട്ടെ എന്ന് പറയുവോളം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഉത്തരമൊന്നും ലഭിച്ചില്ല. നിന്റെ ഗീതം മതി. പിന്നെയാണ് അറസ്റ്റ്. പിന്നെ പരിഹാസങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ഒരു ലൈനപ്പായിരുന്നു. കയ്യാഫാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറഞ്ഞ എന്താ? മോശയോട് പറഞ്ഞ അതേ പേര് യാഹ്വേ. ഇതൊക്കെ ഞാൻ സഫർ ചെയ്യുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്നതോട് പറയാണ്, അവിടെ യാഹ്വേ ഞാനാകുന്നു. മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നതും മഹിമയുടെ വലത്തുഭാഗത്തിരിക്കും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന നിന്റെ പേര് അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നത് ആ സന്തോഷത്തിൽ നിന്നെ രക്ഷിക്കാമെന്ന ആ സന്തോഷത്തിലാണ് നിന്നെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത്. സ്തോത്രം. ആ നിന്നെ മാർബിളത്തിൽ വഹിച്ചുകൊണ്ടാണ് മഹാപുരോഹിത ശുശ്രൂഷയ്ക്കായി കൈപ്പടിയില്ലാത്ത വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചത്. അവിടെയാണ് അറ്റോൺമെന്റ് ഫുൾനെസ് നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഈ ഒരു റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, എങ്ങനെ നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരാം, ഇവിടെ ശുശ്രൂഷകന്റെയും വിശ്വാസിയുടെയും ഡ്യൂട്ടി എന്താണ്. നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ ഒരു വാക്യം എടുത്ത് വായിച്ചു, 17 വാക്യം അതിൻ്റെ മുമ്പിൽ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്രിസ്തുവും. അവിടെ പാപയാഗത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്, പാപയാഗത്തിനുള്ള മൃഗത്തിന്റെ സകലവും കൊണ്ടുപോയി മേധസ്സും ദഹിപ്പിച്ചതിന് ശേഷം, യാഗപ്പീഠം ദഹിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉടലും അതിൻ്റെ തൊലി മറ്റു കാര്യങ്ങളെല്ലാം കൂടെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് അതിനെ പൂർണ്ണമായിട്ട് ദഹിപ്പിച്ച് കളയണം. അവിടുന്ന് ക്രിസ്തു പാളയത്തിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആ വാക്യം നമുക്കൊന്ന് എടുത്ത് വായിക്കാം. ഹെബ്രായ ലേഖനം അതുകൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഞാൻ വലിയ ലോങ് മെസ്സേജ് പറയുന്നില്ലെന്ന്, സോറി. വേഴ്സ് 12 തുടങ്ങി വായിക്കുന്നത്, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകെ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട്, അവന്റെ നിന്ന ചുമക്കെന്ന് പറഞ്ഞാൽ അവൻ നിന്ദിക്കപ്പെട്ട കാര്യം വിശ്വസിച്ചുകൊണ്ടായില്ല. അതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ നിന്നയും ചുമന്നുകൊണ്ട്, അത് പറയുമ്പോൾ അത് വേണ്ട, ആ പരിപാടി വേണ്ട. പാളയത്തിന് പുറത്ത്, പാളയത്തിനകത്ത് സന്തോഷകരമായ വാക്യമാ. ഓ നല്ല പാസ്റ്റർ, നല്ല പ്രസംഗമാ, ഒരു 2 തംസപ്പും എന്താ പിന്നെ ഒരു 2-3 നല്ല കമന്റ് ഒക്കെ എഴുതിയ പാസ്റ്റർ സന്തോഷിക്കും. ഇവിടെ കമന്റും വേണ്ട, തംസപ്പും വേണ്ട, ലൈക്കും വേണ്ട. അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്ക ചെല്ലുക. അവിടെ ക്രിസ്തുവിനെ കാണുള്ളൂ. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ പ്രസംഗത്തിന്റെ അടുത്ത് ക്രിസ്തുവിനെ കിട്ടുകയില്ല. ക്രിസ്തുവിനെ കാണണമോ? ഈ ലോകത്തിന്റെ പ്രസംഗമല്ല, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവൻ. അതായത് ഞാൻ പറഞ്ഞത് യാഗപീഠം ഒന്നേ ഉള്ളൂ. മറ്റൊരു യാഗപീഠം പറഞ്ഞാൽ രൂപേനും ഗാദ്യരും മനുഷ്യരുടെ പാതിഗോത്രം പറഞ്ഞ് ഞങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോട്ടെന്ന് പറഞ്ഞു. അവർക്കറിയാം യെരൂശലേമിലുള്ള യാഗപീഠത്തിലെ രക്ഷയുള്ളൂന്ന്. അതാണ് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന യാഗപീഠം. സമാഗമന കൂടാരത്തിന് മുമ്പിലിരിക്കുന്ന, അതായത് ദൈവം വെളിപ്പെടുന്ന സമാഗമന കൂടാരത്തിന് മുമ്പിലിരിക്കുന്ന യാഗപീഠം. സ്തോത്രം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, നാം വരുവാലത്തിൽ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറഞ്ഞ അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അപ്പൊ വിളിക്കുന്നത് എങ്ങോട്ടാ? പാളയത്തിന് പുറത്തേക്ക് വിളിക്കുന്നത്. ഈ ശുശ്രൂഷ അടുത്ത ക്ലാസ്സിൽ കൂടെ വിളിക്കാൻ പോകുന്ന എങ്ങോട്ടാ?
പാളയത്തിന് പുറത്തോട്ട് നിന്ന വഹിച്ചുകൊണ്ട്, സ്തോത്രം, ആ യാഗപീഠത്തിലേക്ക് മാത്രം നോക്കി. യെരൂശലേമിലെ യാഗപീഠം ഫിസിക്കൽ യാഗപീഠമല്ല, ഫിസിക്കൽ ക്രൂശുമല്ല. അവിടെ സംഭവിച്ചത് എന്താണ്? ഞാൻ ദൈവക്രോധാഗ്നിയുടെ പാനപാത്രം മുഴുവനും സ്വീകരിച്ച് കൈകൂപ്പി നിന്ന്, യെസ്, ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ഞാൻ ഈ ശരീരത്തിൽ ഇരുന്നോടത്തോളം നാള്, എത്ര വർഷം ഇരുന്നൊന്നല്ല, എത്ര ദിവസം ഇരുന്നൊന്നല്ല, ലോർഡ്, നീ എനിക്ക് ഒത്തിരിയോ ഫ്രീ പ്രൊവിഷൻസ് തന്നു. യു ആർ ഗ്രേറ്റ്, ഐ ആം ദ സിന്നർ, ഐ ഡിസർവ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിത്യമായ നരകത്തിൽ വെന്തിരുന്നതിന് പകരം ആ പിതാവിന് പറയാണ്, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ മാനവജാതിയുടെ മേൽ ദൈവനീതി വിധിച്ച ശിക്ഷ എൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിനും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. അങ്ങനെ അവന് വേണ്ടി ഒരുക്കപ്പെട്ട ആ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ തന്നെ ശിക്ഷ വഹിച്ചു. തൻ്റെ സോളും തൻ്റെ സ്പിരിറ്റും നാം പാതാളത്തിൽ പോകേണ്ട സ്ഥാനത്ത് അവൻ്റെ സോളും സ്പിരിറ്റ് പാതാളത്തിൽ പോയി. പല ശ്രേഷ്ഠന്മാരിതൊന്നും പഠിപ്പിക്കില്ല, അതിൻ്റെ ഇത് ആവശ്യമില്ല എന്ന് പറയും. നോ, പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണത്. ദാവീദിന് ഇതേ അനുഭവം കൊടുത്തിട്ടാണ് ദാവീദ് 18-ാം സങ്കീർത്തനം എഴുതിയത്. ഇന്നും നമുക്കത് അനുഭവിച്ചറിയാം എന്താണ് പാതാളത്തിൻ്റെ അനുഭവം എന്ന്. ഒരാത്മാവിനെ രക്ഷിക്കണമെങ്കിൽ അതൊക്കെ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അതിനാണ് പറഞ്ഞത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവരുടെ ഡ്യൂട്ടി ഇതാണ്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഈ രണ്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ സെക്കൻഡ് പീരീഡിൽ പറഞ്ഞ കാര്യം നമുക്ക് നടത്തിയെടുക്കാം. അങ്ങനെ ഡിവൈൻ നേച്ചർ നമ്മളിൽ ഡെവലപ്പാകും. ദിവ്യ സ്വഭാവം നമ്മളിൽ ഡെവലപ്പായി വരും. സ്ലോവിൽ ഏതൊരു വിഷയത്തിലും ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുക. അവന് സർവസമ്പൂർണതയും ഉണ്ടെന്ന് അനുഭവിച്ചറിയുക. ഈ ഈസ് ഗുഡ്. നിങ്ങളൊരു പാട്ട് പാടി, എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. ഇത് എപ്പോഴും പറയാൻ പറ്റണം. നമ്മുടെ പരീക്ഷ സമയങ്ങൾ പറയാൻ എളുപ്പമല്ല. പ്രത്യേകിച്ചും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് നമ്മളോട് വാദിക്കുന്ന സമയത്ത് പറയാൻ വലിയ ബുദ്ധിമുട്ട്. പക്ഷെ നെടുമ്പാട് കർത്താവിന് മുമ്പിൽ കീഴ്പ്പെടാം. ലോർഡ്, താൻ കൂരിരുട്ടിൽ കൂടെ നടക്കേണ്ടി വന്നാലും, കൂരിൽ പാതയിൽ കൂടെ നടക്കേണ്ടി വന്നാലും വെളിച്ചമായി അവൻ നിന്റെ കൂടെയുണ്ട്. അവൻ ദൂരസ്ഥനല്ല, നിന്നിൽ തന്നെ വസിക്കുന്നുണ്ട്. അതായത് കൊളോസ്യരിൽ പറഞ്ഞിരിക്കുന്നത് ആ മർമ്മം എന്താ? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ. സ്വർഗത്തിലിരിക്കുന്ന അതേ തേജസ്സോടുകൂടെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ആ തേജസ് വെളിപ്പെടുന്നില്ലെന്ന് മാത്രം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനിരിക്കുന്ന പോലെ നാം ആവും. അത് വെളിപ്പെടും. ഇപ്പോൾ വന്ന ഗ്രോത്തെ അന്ന് വെളിപ്പെടുകയുള്ളൂ. ആ ഗ്രോത്തിനേക്കാണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സബ്മിഷൻ, ഒരു പൂർണ്ണ സബ്മിഷൻ, കർത്താവിന് സബ്മിഷൻ എല്ലാവരും. ഇപ്പം കർത്താവെ, ശരിയായ ഉപദേശം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തീർന്ന അവരെ ഒരു മെറിറ്റ് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിന് വലിയ വിലയാണ് നീ കൊടുത്തത്. ബലഹീനരായ വിശ്വാസികളുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടും മനസ്സരിക്കാത്ത വിശ്വാസികളുണ്ട്, നമ്മളോട് എതിർക്കുന്നവരുണ്ട്. പുറമേയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അകത്തുള്ളവരുടെ കാര്യം. ഇവിടെ ഇപ്പം കേൾക്കുന്ന, ലൈവായിട്ട് കേൾക്കുന്നവരാരും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ആ ആത്മാവിൻ്റെ വില എന്താണെന്ന് നോക്കുക. കർത്താവെ, അവസരങ്ങൾക്ക് പുരവസരങ്ങൾ കൊടുത്താട്ടെ. അതിൻ്റെ വില നിൻ്റെ ജീവനാണല്ലോ. നിൻ്റെ സ്വഭാവം നീ ത്യജിക്കുന്നവനല്ലല്ലോ. നിൻ്റെ ദീർഘക്ഷമയെ ത്യജിക്കുന്നവനല്ലല്ലോ. നീ കൊടുത്ത വിലയോർത്ത് യഥാസ്ഥാനപ്പെടുത്തിയിട്ടെന്ന് നീ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ കർത്താവ് അത് ചെയ്തെടുക്കും. അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളൂ. നീ എന്നും നല്ലവൻ തന്നെ കർത്താവ്. നീ എന്നും വിശ്വസ്തനായി പാർക്കുന്നു. ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരായി തീരുമ്പോഴും നീ വിശ്വസ്തനായി പാർക്കുന്നു. നീ ഞങ്ങൾക്കത് വെളിപ്പെടുത്തുന്നില്ല കർത്താവ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ്, ഞങ്ങൾ കേൾപ്പിച്ച ഈ വചനപ്രകാരം
ഞങ്ങൾ ഇരു കൂട്ടരും കർത്താവ് നിൻ്റെ പരിപൂർണമായി തീരാവുന്നതൊക്കെ വേണം. നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. പ്രതികൂല കാറ്റുകളുടെ മധ്യത്തിൽ നീ ഞങ്ങളെ കൈവിടുന്നവനല്ലല്ലോ. നിന്നെപ്പോലെ ആക്കി തീർക്കുവാൻ നീ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ പൂർണ്ണമായിട്ട് കർത്താവ് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തി രക്ഷ പ്രാപിപ്പാൻ നിന്റെ സ്നേഹത്തിൽ മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരും സഹായിച്ചിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.